ശ്രീ അഞ്ചൽ ജോബ്. ഏറെ ബഹുമാനത്തോടെ ജയ്ക്ക് പറഞ്ഞതിനൊരു മറുപടി പറയട്ടെ. അങ്ങ് പറഞ്ഞതിനെ എതിർക്കുകയല്ല. ഹോസ്പിറ്റലിലെ വികസന സമിതി മെമ്പർ എന്ന നിലയിൽ അങ്ങ് പറഞ്ഞു 3000 രൂപയുടെ വ്യത്യാസം വന്നാൽ അത് ആഡിറ്റിനെ ബാധിക്കുമെന്ന്. ഒരു സിറിഞ്ചിന് വില വർധന ഉണ്ടായാൽ ഇഞ്ചക്ഷൻ വയ്ക്കൊക്കെ നിർത്താം. ക്യാനലിന് വില വർധന ഉണ്ടായാൽ ട്രിപ്പ് അടക്കം നിർത്താം. ഗ്ലൗസിന് വില വർധന ഉണ്ടായാൽ പിന്നെ ഗ്ലൗസ് മേടിക്കണ്ട. ഇതാണോ അതിൻ്റെ ഒരു മറുപടി എന്ന് പറയുന്നത്? ഞാൻ അങ്ങയെ തിരുത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ആഡിറ്റ് സെഷനിലെങ്കിലും ഒരു പ്രശ്നവും വരത്തില്ല. ഒരു നിമിഷം കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. വെന്റിലേറ്ററിന് വില വർദ്ധിക്കുന്നു, ഇനി വെന്റിലേറ്റർ മേടിക്കണ്ട എന്ന് പറയുന്നതാണോ അതിൻ്റെ ഒരു മര്യാദ? അത് ശരിയുള്ള ഏർപ്പാടാണോ? നമ്മൾ 3000 രൂപ വില വർദ്ധിച്ചെങ്കിൽ അപ്പോൾ തന്നെ കളക്ടറെ വിവരം അറിയിപ്പിച്ചാൽ കളക്ടർ സ്പെഷ്യൽ ഓർഡർ ഇട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. മിഷൻ അപ്പോൾ തന്നെ മേടിക്കും. ഇതൊന്നും ചെയ്യാതെ ഓഫീസിലുള്ളവർ ആഡിറ്റിൽ വിഷയങ്ങളുണ്ടാകുന്നു. ആഡിറ്റിൽ വിഷയങ്ങളുണ്ടായി AG തിരിച്ച് റിപ്പോർട്ട് അയച്ചതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് വന്നത് സൂപ്രണ്ടോ RMO അല്ലെങ്കിൽ ഈ ഭരണ സംവിധാനത്തിൻ്റെയോ കഴിവുകേടാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ HDS ഓഫീസിൽ ചില സ്റ്റാഫുകൾ ഈ പേപ്പർ മെല്ലെ പോക്ക് നയം വയ്ക്കുന്നു. അതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കുഴപ്പം. ഡോക്ടർമാർ ചെല്ലുമ്പോൾ അവർക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ എഴുതി കൊടുക്കുമ്പോൾ അത് താമസം വരുത്തുന്നു. അത് ഡോക്ടറും പറഞ്ഞല്ലോ. ഇപ്പം എന്താണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. താമസം വരുത്തുമ്പോൾ നമുക്കത് ഓർഡർ കൊടുക്കാൻ താമസം വരും, ആ സാധനം വരാൻ താമസം വരും, സർജറി മുടങ്ങും. നമ്മുടെ മെഡിക്കൽ കോളേജിൽ ചികിത്സാ സൗകര്യങ്ങൾ പര്യാപ്തമല്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്. മറ്റുള്ളവരുടെ തകർക്കുവാൻ സ്വകാര്യ ആശുപത്രികളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അത് നമ്മൾ കുറ്റം പറയാൻ പറ്റൂ? അവിടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ, ഇപ്പോൾ അതില്ല, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ രാത്രി 10 മണിയാകുമ്പോൾ MRI സ്കാനിങ് കേടാവും, രാവിലെ 7 മണിയാകുമ്പോൾ എങ്ങനെയോ അതങ്ങ് ശരിയാവും. കാരണം സ്വകാര്യ ലാബുകൾക്കത് പ്രയോജനമാണ്. എല്ലാ ദിവസവും രാത്രി 10 മണിയാകുമ്പോൾ MRI സ്കാനിങ് CT സ്കാനിങ് കേടാവും, രാവിലെ ഓട്ടോമാറ്റിക്കലായി അതങ്ങ് ശരിയാവും. ആരും നന്നാക്കേണ്ട കാര്യമില്ല. ഇതുപോലുള്ള ചില വിഷയങ്ങൾ തന്നെ പറയുന്നുണ്ട്. ഞാൻ ഒരു ലാബിന്റെ കയ്യിൽ നിന്നും കമ്മീഷൻ വാങ്ങിയിട്ടില്ല, ഞാൻ ഒരു രോഗിയുടെ അടുത്ത് നിന്ന് കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ലാബിന്റെ കയ്യിൽ നിന്ന് കമ്മീഷൻ വാങ്ങിയിട്ടില്ല എന്നൊരു ഡോക്ടർ എടുത്തു പറയണമെങ്കിൽ അത് അങ്ങനെ ചെയ്യുന്നവരുമുണ്ട് എന്ന തിരിച്ചറിവും സൂചനയും അദ്ദേഹം നൽകുന്നതാണ് എന്ന നിലയ്ക്ക് തന്നെ കാണേണ്ടി വരും അതിനെ.